ഒരു വലിയ വീടിൻ്റെ മുകളിലൊരു കറുത്ത കൊടിയുണ്ട്. ആരോ മരിച്ചതിൻ്റെ ശോകാനുഭവം. ആ കൊടി അഴിച്ചു മാറ്റി. നമുക്ക് അത്രയും പോലും സ്വാതന്ത്ര്യമില്ല. എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഇവിടെ മരിച്ചതാണ്, ഞങ്ങൾ ശോകാചരണം നടത്തുകയാണെന്ന് ലോകത്തോട് പറയാൻ എനിക്ക് അവകാശമല്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഫോബിയായോ പേഴ്സണൽ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് അത് അഴിച്ചു മാറ്റണം. അന്ന് കറുത്ത മാസ്ക് പോലും ഇടാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അത് എന്നിട്ട് ഇത് ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഒരു കമൻറ്റ് ഒരിടത്തും ഇല്ല. അതെന്താ? എന്ത് ജനാധിപത്യം ഇവിടെ? എന്താണ് ജനാധിപത്യം? ഞാൻ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നു. ഞാൻ ആധിപത്യമാണോ ജനാധിപത്യമാണോ? ചൽ ചൽ മെരി ഗോടി ഓ മെരി ഗോടി പാട്ട് പാടുമ്പോഴത്തേനും സ്പീഡിലോട്ടോ. അമ്മേ, നമുക്കിപ്പോ ഇല്ലേ, നമുക്ക് എന്താ പറയാ, നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആൾക്കാർ വഴി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമായിരിക്കും അല്ലേ? പക്ഷെ അമ്മ ഇപ്പൊ ജീവിക്കുന്നത്, ഇപ്പൊ എത്തി നിൽക്കുന്നത് അമ്മയുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ഇന്നമോസ്റ്റ് തോട്ട്, അത്രയും ഡീപ്പായിട്ട് അമ്മയിൽ ഇങ്ങനെ ഇഴുകിച്ചേർന്ന ആ ഒരു തോട്ടിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ആ ഒരു ഇമേജിനറി വേൾഡിലാണ് അമ്മ ഇപ്പൊ ഉള്ളത്. എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടായിരുന്നു ഞാൻ എന്നും ഒരു മിസ്ഫിറ്റ്, ബിക്കോസ് ഐ ലിവ്ഡ് ഇൻ മൈ ഓൺ. ഓക്കെ, എനിക്ക് അറിയാനുള്ളത് എന്താണെന്നറിയാം, നമ്മള് എന്താ പറയാ, നമുക്കിനിയിപ്പോ എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായാലും നമ്മൾ കുഞ്ഞു കാലത്തെ തൊട്ട് നമ്മളുടെ ഒരു ആഗ്രഹം അല്ലെ, അതിങ്ങനെ മാറി മാറി വരും. ഒരൊറ്റ ആഗ്രഹത്തിൽ മാത്രം നമുക്ക് സ്റ്റക്ക് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പക്ഷെ എൻ്റെ സംശയം എന്താന്ന് വെച്ചാൽ, നമുക്ക് എങ്ങനെ ഈ ഒരു ആഗ്രഹത്തിൽ ആ ഒരു ആഗ്രഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടല്ലേ ഇങ്ങനെ പോന്നെ? ആ പ്രണയം അത് ഇതിന്റെ ഗോൾ എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ കോൺവെന്റിൽ നിന്ന് ഇറങ്ങി ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ബൈബിളിൽ കൂടെ ഒരു യാത്ര. അന്ന് ഞാൻ ലീലായിട്ട് എന്നുള്ള ആ പാട്ട് പാടി പൊട്ടി കരയും. ലോർഡ് ഗിവ് മീ ഷോ മീ വൺ സ്റ്റെപ്പ് എന്നും പറഞ്ഞ് എനിക്ക് ഐ ഡോണ്ട് നോ വിച്ച് വേ. ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ബട്ട് ഐ നോ ദിസ് ഈസ് നോട്ട് മൈ ലൈഫ്. അപ്പം ബൈബിളിൽ കൂടെ ഒരു യാത്ര നടത്തി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ലോകത്തിൻ്റെ ആദ്യം മുതൽ മനുഷ്യരും തമ്മിൽ എപ്പോഴും പടാം. അങ്ങനെയാണ് ഈ പ്രവാചകന്മാരെ ഇങ്ങോട്ട് വിട്ടുന്നത് ലോകം നന്നാക്കാൻ. പക്ഷെ അതാകുന്നില്ല. അവസാനം ഇതെൻ്റെ ഓൺ കുക്ക്ഡപ്പ് സ്റ്റോറിയാണ്. ഈ ദൈവം ഈ 3 പേരും കൂടി ഇരുന്നാൽ ഇത്രയും പേര് പോയിട്ട് ഇതിങ്ങനെയാണല്ലോ, വി ഹാവ് ടു ഗോ അവർസെൽഫ്. അപ്പോൾ ഈ മോൻ പറയുന്നു, ബാബ ഐ വിൽ ഗോ. നീ വലിയ ദൈവമായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. You have to become like one of them. Then spirit say, Baba, I will go with him. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ക്രിസ്മസിനെ കാണുന്നത്. ആ ശൂന്യനായിട്ട് ഞാൻ ഒത്തിരി തവണ, why did you choose this way? You are God. You could save the people. You could teach the people. എന്തെല്ലാം വഴിയുണ്ടായിരുന്നു. Why did you choose this way? ശൂന്യനായിട്ട് ജനിക്കാനൊരു സ്ഥലം പോലും ഇല്ലാതെ അവിടെ ജനിച്ചു. പിന്നെ ജീവിച്ചതും എങ്ങനെയാണ്? ഇങ്ങനെ ഇൻസെക്യൂറായിട്ടൊക്കെ ജീവിച്ചു. പക്ഷെ അയാൾക്കും ഉണ്ടായിരുന്ന എൻ്റെ അതേ പ്രശ്നം, ഡോണ്ട് നോ ദ വേ. അയാൾ ഈ അമ്മയും അച്ഛനും എൻ്റെ അടുത്ത് ഓരോരുത്തർ വന്ന് പറയുന്ന കഥകളും ചൂഷണ കഥകളൊക്കെ കേൾക്കുന്നു. പക്ഷേ ഇതും അയാൾ സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കാനാണ് പോയത്. പ്രാർത്ഥിക്കാൻ പോയച്ചിട്ട് ബോധോദയം വന്നിങ്ങോട്ട് വീറോടെയാണ് പറയുന്നത്. ആ മന്ദിരത്തിൽ അത് ബൈബിളിൽ നേരത്തെ പ്രഡിക്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഐ ഹാവ് കം ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പുവർ. അത് ഈ ഹല്ലേലൂയ പാടി ആഹ്ലാദിക്കാനല്ല, ടു ലിബറേറ്റ് ദ ബോണ്ട്. അത് പറഞ്ഞു വരുന്ന അവസാനം ഇഗാലിറ്റേറിയൻ സൊസൈറ്റി കടങ്ങളെല്ലാം എഴുതിത്തള്ളി. അന്നൊക്കെ ജൂബിലി വർഷം എന്നും പറഞ്ഞൊന്നുണ്ടായിരുന്നു. 25 കൊല്ലം കൂടുമ്പോൾ എല്ലാ കടങ്ങളും എഴുതിത്തള്ളും. പിന്നെ ആർക്കും ആരെയും പേടിക്കാതെ അങ്ങ് പോവാം. ഇയാളെ കടം തിരിച്ചു ചോദിക്കില്ല. ദാറ്റ് വാസ് ദ റൂൾ. അങ്ങനെ ആ ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയെ പറ്റി പറയുന്നു. ഞാൻ LLB പഠിക്കുന്നതിന് ഒത്തിരി മുമ്പേ കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വാക്ക് ഇറ്റ് ഈസ് ദ സെയിം. അംബേദ്കർ ഇവിടെ നിന്ന് കട്ടെടുത്താണോ എന്ന് പോലും ഞാൻ ഓർത്തിട്ടുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ into a sovereign, socialist, secular, democratic republic and to secure all its citizens, all എന്നാ പറഞ്ഞിരിക്കുന്നത്, ആരെയും വിടാതെ, justice, social, economic and political, liberty of thought, belief, faith, worship and expression,
ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, നിറം, ജാതി, മതം ഒന്നും ഇവിടെ, ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ fraternity, assuring the dignity of the individual and unity and integrity of the nation in our Constituent Assembly this 26th day of November 1949. Enact, adopt and give to ourselves this constitution. അന്ന് മുതൽ ഇതെൻ്റെ ഗോളായി. ഇതാണ് എൻ്റെ പ്രണയ സാഫല്യം, ഇവിടെ എത്തുക. പക്ഷെ അതിന് വഴി പിന്നെ അന്വേഷിക്കണം. അത് അന്ന് എനിക്ക് നല്ല ബോധ്യമായി. അന്ന് മുതൽ എനിക്ക് ഒരു നല്ല ബോധമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യരുടെ ഇടയിൽ ആ നല്ല സമാധാനവും. പക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ അധികവും ദുരന്തങ്ങളിലാണ് ജോലി ചെയ്തത്. പ്രളയം, വരൾച്ച, ഇങ്ങനെ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നഴ്സിംഗ് പഠിച്ചു. ഇങ്ങനെ അത് രൂപം കൊണ്ടതായി ഹ്യൂമൻ റൈറ്റ്സ്. ഈ മധ്യപ്രദേശിൽ എന്നിട്ട് ഞാൻ MSW ഞാൻ വിട്ടെന്ന് ഞാൻ പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് വർഷങ്ങൾ ഞാൻ വിട്ടു. MSW വിട്ടു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഞാൻ നേരത്തെ വിടാൻ ഒരുങ്ങി, പക്ഷെ അവർ പിടിച്ചു നിർത്തി. ഫസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് വിട്ടു. പക്ഷെ ഞങ്ങൾ കോളേജ് ഒത്തിരി നല്ലതായിരുന്നു. അവർ സിലബസ് മാറ്റി റൂറൽ ഫീൽഡ് വർക്ക്, ട്രൈബൽ ഫീൽഡ് വർക്ക്, ഇൻഡിജിനസ് സോഷ്യൽ വർക്ക്, ഒരുപാട് ഇലക്റ്റീവ്സ്, ഇതെല്ലാം ആയിക്കഴിഞ്ഞ് 7ാം വർഷമാണ് ഞാൻ പോയി സെക്കൻഡ് ഇയർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ കറങ്ങി അവിടെ ഇവിടെ എല്ലാം ഒരുപാട് പരീക്ഷണങ്ങൾ. ഒത്തിരി സ്ഥലത്ത് ഹരിയാനയിൽ അവിടെ ഫ്ലഡ്, യമുന ഫ്ലഡ് വന്നപ്പോൾ അവിടെ ഇങ്ങനെ അന്നേരത്തേനും ഈ ഹ്യൂമൻ റൈറ്റ്സ് രൂപം കൊള്ളുന്നുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഷുവർ. അപ്പോൾ ഇവിടെ രണ്ടാമത് വന്നപ്പോൾ അവർ പറഞ്ഞു യു ഗോ എനിവേ വേർ യു വാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യണ്ടില്ലേ, തീസിസ് ആൻഡ് റിസർച്ച് ആൻഡ് ഫീൽഡ് വർക്ക്. നോ വി നോ യുവർ പെർഫോമൻസ്, യു ഗോ അലോ. എൻ്റെ കൂടെ കൂടാൻ ആരും കാണുകയെന്ന് എനിക്കറിയാം, അവർക്കറിയാം. അല്ല അതല്ല, ഞാനിങ്ങനെ ട്രൈബലും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. സോ ദേ സെൻഡ് മീ. അവർക്ക് ഫെയ്ത്തും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഈ മധ്യപ്രദേശിൽ ഏതാണ്ട് 48 വർഷം ജീവിച്ച് അവരുടെ ഇടയിലേക്കാണ് വന്നത്. ഒരു റോയൽ ട്രൈബാണ്. നമ്മളെ അവരുടെ വീട്ടിൽ കയറ്റുകയല്ല. എന്നാലും ഒരു ആദിവാസി വിധവ അവരുടെ വീടിൻ്റെ കോണയിൽ എനിക്കൊരല്പം സമയം തുമ്മിതർ റഹോ, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ കിടന്നാണ്, അകത്തോട്ട് കയറരുത് എന്ന് പറഞ്ഞു. അവിടെ ഞാൻ 5 രൂപയ്ക്ക് അവരുടെ ഇടയ്ക്ക് കൂലിപ്പണി ചെയ്താണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഈ ഇത്രയും ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നേഴ്സിങ്, ഹോമിയോ. അവരറിയില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്. ആ കൂലിപ്പണിയൊക്കെ ചെയ്താ ദൈവം വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും കൂടെ കൂലി ചെയ്ത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കളക്ടറെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ കൂലിയുടെ റേറ്റ് എല്ലാം കളക്ട് ചെയ്തു. പിന്നെ ഇവിടെ സ്കൂള് തുടങ്ങാൻ ഒരു ഫെബ്രുവരിയിൽ ഒരു മാസ്റ്ററെ വിട്ടു. അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം പ്രായമാണ്, ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പോൾ അവർക്ക് ഞാൻ ലീഗൽ ലിറ്ററസിയാണ് എടുത്തു തുടങ്ങിയത്. ആ അനാർക്കാന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഹക്ക്, അവകാശം, ഇവരുടെ ഡെയിലി വേജസ്, സർക്കാരിൻ്റെ റേറ്റ്, ഇങ്ങനെ ഒത്തിരി കൂട്ടും. FIR എങ്ങനെയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അങ്ങനെയാണ് ആദ്യത്തെ ഇഷ്യൂ എടുക്കുന്നത്, വേജ് ഫോറസ്റ്റിനെതിരായിട്ട്. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു വിപ്ലവകാരിയായത്. അപ്പൊ അവരവിടെ ഈ ഇതേപോലെ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇവർക്ക് വേണ്ടി പൈസ കൃത്യമായിട്ട് കൂലി കിട്ടുമായിരുന്നോ? അല്ല, ആ കൂലിയിൽ അവര് വേണ്ടതിനും കാണിച്ചു. ഡിഡ്ന്റ് ഗെറ്റ് വാട്ട് വി ഹാഡ് ടു ഗെറ്റ്. അപ്പം 1-2 പേര് എന്നോട് വന്ന് പറഞ്ഞു, ബഹൻജി ഈ മഴക്കാലത്ത് വർക്ക് നിൽക്കുകയാണ്, ഈ നീ പഠിപ്പിച്ചനുസരിച്ച് ഒത്തിരി പൈസ കിട്ടാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ 2 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം, നിങ്ങളെല്ലാവരെയും കൂടെ കൂട്ടുകയാണെങ്കിൽ ഐ വിൽ. എന്നിട്ട് ക്ലാസ്സൊക്കെ എടുത്തു, എല്ലാം കണക്കെഴുതി, ഓരോരുത്തരുടെ ഇത്ര നാളത്തെ വർക്ക്, ഇത്രയും കിട്ടിയത്, ഇത്രയും ബാക്കി. എന്നിട്ട് അവരിൽ നിന്ന് 2 പേരെയും കൊണ്ട് ഞാൻ ഡിസ്ട്രിക്റ്റിലോട്ട് പോയി. അത് 10-20 കിലോമീറ്റർ നടന്നിട്ട് 80 കിലോമീറ്റർ ബസ്സിനൊക്കെ പോകണം. അപ്പം അങ്ങനെ പോയി കളക്ടറുടെ അടുത്ത് ഇത് കൊടുത്തപ്പം DFOയുടെ അടുത്തും കളക്ടർ ഫോറസ്റ്റുകാരെ വിളിച്ച് ഐ വാണ്ട് ഇമ്മീഡിയറ്റ് ഇൻക്വയറി ആൻഡ് റിസൾട്ട്. അപ്പം
അന്നേരം അവരാദ്യം പറഞ്ഞു അത് ഫേക്കാണ്, മാർക്കറ്റിൽ പൈസയൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു എല്ലാവർക്കും കിട്ടിയിട്ടില്ല, കുറച്ച് ചുമ്മാ അങ്ങനെ കൊടുത്തതേ ഉള്ളൂ, സ്റ്റിൽ പീപ്പിൾ ഹു ഹാവ് ടു ഗെറ്റ്. അപ്പം ഐ വാണ്ട് ഇമ്മീഡിയറ്റ്ലി സ്പോട്ട് എൻക്വയറി എന്ന് അയാൾ ഓർഡർ കൊടുത്തു. എന്നിട്ട് എനിക്കിവിടെ എത്തണമെങ്കിൽ 2 ദിവസം എടുക്കും, ബസ്സും നടന്നും ഒക്കെ. അന്ന് ഞാൻ കുതിര മേടിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ 35 വർഷം കുതിരയും കൊണ്ടാണ് നടന്നത്. കുതിരേൻ്റെ മേലെ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായി. ഞാൻ ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ടായി. ഡോക്യുമെൻ്ററിയിൽ ഏറ്റവും നല്ലത് വിക്ടർ ജോർജ് എടുത്ത ഫോട്ടോ. അവരൊരു പരമ്പര എഴുതാനായിട്ട് അവിടെ വന്നപ്പോൾ എടുത്ത ഫോട്ടോ. അതേല അവരുടെ സാധനങ്ങളെല്ലാം വെച്ച് കെട്ടിക്കൊണ്ട് ഞാനിതിൻ്റെ പുറത്ത് വന്നു. വിക്ടർ പറയുന്നു, ചേച്ചി അതേലൊന്ന് കയറിയിരുന്നേ. അപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഇവർക്ക് സ്പീഡ് കൂടും. അപ്പം ഞാനൊരു പാട്ട് ചൽ ചൽ മെരി ഗോടി ഓ മെരി ഗോടി പാട്ട് പാടുമ്പോഴത്തേനും സ്പീഡിലോട്ടോ. ആ ഫോട്ടോയാ പരമ്പരയെ വന്നു. അതേപോലെ ഒരു ഡോഗും ഉണ്ടല്ലേ? അത് പിന്നെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ അവർക്ക് വേണ്ടി, അതായത് ഹ്യൂമൻ റൈറ്റ്സിലേക്ക് ഞാൻ ഇടപെട്ട് തുടങ്ങിയത്. ആ ഗോള് ക്ലിയറായി. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന് കാണുമ്പോൾ തിളയ്ക്കും, ചാടും. അങ്ങനെയാണ് ഈ എൻഡോസൾഫാൻ ദുരിത മേഖലയിലേക്ക്. അത് അവരെന്നെ എനിക്കറിയത്തില്ലായിരുന്നു, മുഴുവനും കേട്ടിട്ടുണ്ട് അല്പം. സെക്രട്ടേറിയറ്റിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ വന്ന് ഇതൊന്ന് കാണണം, ഇതേപ്പറ്റി അറിയണം. അങ്ങനെ വന്ന് 3-4 ദിവസം ഇവിടെ കറങ്ങി. അയ്യോ പൊട്ടിത്തകർന്ന്. നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ദയവായി മലയാളം സോങ് എന്നടിച്ചാൽ ഞാൻ അന്ന് തകർന്ന് മലയാളം എഴുതാതിരുന്നേത്ത് എൻ്റെ പേനായിക്കൂടെ ഒഴുകി വന്ന ഒരു പാട്ട് എഴുതിയ ഒരു വീഡിയോ കാണാം. കരയോ കരയോ കരളമേന്നും പറഞ്ഞ് കണ്ടിട്ടുണ്ടായി. എനിക്ക് തന്നെ സങ്കടമായി അത് കേട്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. ഇനിയിപ്പോൾ എനിക്കിതേ ഉള്ളൂ. ആ നിരാഹാര സമരത്തിൽ പങ്കെടുത്തത് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഹൃദയം പൊട്ടിപ്പോയി. മൂച്ചും വാശിയും കൂടി എനിക്ക്. പക്ഷേ ഒരു പോലീസെ തന്നെ കേരളത്തിൽ എനിക്ക് അനിഷ്ടമായിട്ടുള്ളവർ, അത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ്. എല്ലാ സെക്കൻഡ് ഡേയും ഡോക്ടേഴ്സിനെ കൊണ്ടുവരും, ടെസ്റ്റ് ചെയ്യും. അവർ പറയും മാഡം യു ആർ പെർഫെക്റ്റ്. എന്നിട്ട് ഇയാൾ നിർബന്ധിച്ച് കൊണ്ടുപോവുക. അത് കൊണ്ടുപോയി ഇടുന്നേ ഉള്ളൂ, തിരിച്ചു കൊണ്ടിരുന്ന അയാളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. പിന്നെ ചില മനുഷ്യരിങ്ങനെ സ്ക്വീസ് ചെയ്ത് എൻ്റെ കൂടെ കയറി അവർ ഓട്ടോറിക്ഷയുടെ പൈസയും കൊടുത്ത് എങ്ങനെയാലും എന്നെ കൊണ്ടുവന്നാക്കി. ഒരു തവണ എൻ്റെ 70,000 രൂപയും എൻ്റെ ഷോൾഡർ ബാഗ് അവിടെ കൊണ്ട് ഒത്തിരി സാധനങ്ങളും പോയി. ചുമ്മാ കയറ്റിയിട്ട് കൊണ്ടുപോയി, പിന്നെ ഒന്നും അറിയണ്ട. അതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി. അത് ഒരു തവണ വന്നപ്പം ഈ ഡോക്ടേഴ്സ് പറയുന്നത് മാഡം യു ആർ പെർഫെക്റ്റ്. എന്നിട്ടും പിന്നെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഇയാൾ സംസാരിക്കുക, മാഡം യു ഹാഡ് എനി ഹാർട്ട് പ്രോബ്ലം? ഓ ഹാർട്ട്, ഐ തിങ്ക് ഇറ്റ് ഈസ് ദെയർ, ഐ നെവർ ന്യൂ എനി പ്രോബ്ലം. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഒരു തവണ ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ, ഐ ആം നോട്ട് സിക്ക്. എല്ലാ തവണയും ഞാൻ എഴുതി കൊടുത്ത് ഡിസ്ചാർജ് ആക്കിയപ്പോഴും ഐ ആം നോട്ട് സിക്ക്, അറ്റ് മൈ ഓൺ റിസ്ക് ഐ വാണ്ട് ടു ബി ഡിസ്ചാർജ് എന്നും പറഞ്ഞ് ഞാൻ പോരുമായിരുന്നു. പക്ഷേ അവസാനത്തെ തവണ എന്നും പറഞ്ഞു ലേഡി പോലീസിനെ കൊണ്ട് എടുപ്പിച്ചു. അവിടെ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ കാലിന് നീരായി, വല്ലാത്ത വേദന. പിന്നെ നാച്ചുറലി ഐ ഹാഡ് ടു ബി അഡ്മിറ്റഡ് ഓർത്തോയിലും. പക്ഷേ ഓർത്തോ പ്രശ്നമില്ലായിരുന്നു, എവിടെയോ നേഴ്സ് ഹേർട്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ 2 കൊല്ലത്തോളം ഞാൻ വടിയും കുത്തിയാണ് നടന്നത്. വടി കളഞ്ഞു, വീൽ ചെയറല്ല ഞാൻ തിരിച്ചിറങ്ങിയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ എന്നെ നോക്കിക്കൊണ്ട് ശരിയാക്കി. അതായത് ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് നിഷേധിക്കുമല്ലേ ചെയ്യുന്നത്? ഒന്നുകൂടെ ശിക്ഷയാകട്ടത് ഈ പോലീസുകാരുടെ. ബാക്കി പോലീസൊക്കെ നല്ലതായിരുന്നു. ഇന്നും ഞാൻ ഏത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചില പോലീസുകാരെ ഇനി ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ ഇവിടെയുണ്ട്, കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് വൺ വാസ് റിയലി. പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന, അല്ലേ, എന്താ പറയുക,
ഇപ്പൊ തന്നെ ഈ എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കായിട്ടാണല്ലോ അമ്മ ശബ്ദമുയർത്തിയത്. അപ്പോൾ ഞാനൊരു തെരുവ് നാടകം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി എല്ലാം കണ്ടിട്ടുണ്ടായി. അപ്പൊ അതിൽ തന്നെ ഓരോ വർഷാവർഷവും കോടിക്കണക്കിന് പൈസ ഉണ്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതല്ലേ, പക്ഷെ അത് അവരുടെ കൈകളിൽ എത്തുന്നില്ല. പലതവണയും ഓണത്തിന് ദിവസം അമ്മമാര് നിരാഹാരം ഇലയിട്ടുകൊണ്ടിരിക്കുക, ഇലയിടാനൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലും കൊടുക്കും. അവർക്ക് കിട്ടേണ്ട പെൻഷൻ പോലും ശരിക്ക് കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ ചികിത്സയാണ്. ഞാൻ അതിനായിരുന്നു കിടന്നത്. ഇത് ഒരേ ഒരു ഡിസ്ട്രിക്റ്റാണ് ഇവിടെ മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്. എന്നിട്ട് ഈ എയിംസിൻ്റെ പേര് കൊടുക്കാനാണ് എൻ്റെ ഫസ്റ്റ് ഡിമാൻഡ്. ആ കാര്യം ചർച്ചയേ ചെയ്യില്ല. അത് നേരത്തെ തീരുമാനിച്ച. ഈയിടെ പോലും വീണ ജോർജ് പറയുന്നതായിട്ട് പേപ്പറിൽ ഞാൻ വായിച്ചു. കോഴിക്കോട് ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജുണ്ട്. ഇത്രയും രോഗികളുണ്ട്. വേറെ 2 മെഡിക്കൽ കോളേജുണ്ട്, 8 സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതുപോലെ രോഗികളില്ല. പിന്നെ കോഴിക്കോട് എന്തിനാ അവരുടെ സ്ഥലം വിൽപ്പിക്കാൻ, ഈ കുറേ മന്ത്രിമാരുടെയും വമ്പന്മാരുടെയും സ്ഥലം വിൽക്കുക. അതിനാണ് ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയല്ല. ഇവിടെ ഇപ്പോഴും മംഗലാപുരത്ത് പോയി ലൂട്ട് ചെയ്യപ്പെടുക ആളുകൾ. എന്ത് സിമ്പിൾ കാര്യങ്ങളും അവർക്ക് മംഗലാപുരത്ത്. കൊറോണയുടെ സമയത്ത് 18 പേരാണ് ബോർഡർ വരെ പോയി അപ്പുറത്ത് പോകാൻ പറ്റാതെ മരിച്ച. കൊറോണ കൊണ്ടല്ല, എൻഡോസൾഫാൻ വിക്ടിംസ്. എന്നിട്ട് ഇന്നും സർക്കാർ അതിലൊന്നും ചെയ്യുന്നില്ല. എന്താണ് ജനാധിപത്യം? ഞാൻ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്നു. ഞാൻ ആധിപത്യമാണോ ജനാധിപത്യമാണോ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, വേണ്ടുന്നത് ചെയ്യുന്നില്ല, അവരുടെ ആവശ്യമുള്ളത് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം, അതായത് ആശാ വർക്കേഴ്സിന്റെ സമരം, ഞാൻ അതിൽ പോകാനാ തീരുമാനിച്ചെങ്കിലും ചിലർ എന്നോട് പറഞ്ഞു അവർക്ക് 4 ദിവസം ജോലി ചെയ്താൽ മതി, എന്നിട്ട് ഇത്രയും പൈസ കിട്ടും, 10,000 ഏതാണ്ട് കിട്ടും. സോ ഐ തോട്ട് ഇറ്റ് ഈസ് നോട്ട് എ ജസ്റ്റിഫയബിൾ കോസ് എന്ന് അവർ വിചാരിച്ചാൽ ഞാൻ പോകാതെ. ഐ ഡോണ്ട് നോ റിയലി. അല്ല, കേന്ദ്ര സർക്കാർ പണം നൽകിയില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അങ്ങനെയാണ് ഡൽഹി പോയി സമരം ചെയ്യുന്നത്. പക്ഷെ കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാന സർക്കാരിന് നൽകി, അവരത് വിതരണം ചെയ്തില്ല. വേണ്ടുന്നത് പോലെ അല്ല ചെയ്യുന്നത്. ഇവിടെ ജനാധിപത്യവും ജനങ്ങളുടെ ആവശ്യവും. ഞാൻ കറുത്തതായിരുന്നു കൂടുതൽ ഉടുക്കുന്നത് ഇവിടെ കേരളത്തില്. കറുത്തത് അതിനായിട്ടും ഇത് അവിടുത്തെ ടിപ്പിക്കൽ സാരിക. അതിന് കാരണം ഞാൻ കണ്ടതാണ് ടി വിയിൽ. ഈ മുഖ്യമന്ത്രിയുടെ കാർ ഇങ്ങനെ കമ്പടിയോടെ പോവുക, ഒരു വണ്ടി നിർത്തി പോലീസ് മുകളിൽ കയറി, ഒരു വലിയ വീടിൻ്റെ മുകളിൽ ഒരു കറുത്ത കൊടിയുണ്ട്, ആരോ മരിച്ചതിൻ്റെ ശോകാനുഭവം. ആ കൊടി അഴിച്ചു മാറ്റി. നമുക്ക് അത്രയും പോലും സ്വാതന്ത്ര്യമില്ല. എൻ്റെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ ഇവിടെ മരിച്ചതാണ്, ഞങ്ങൾ ശോകാചരണം നടത്തുകയാണെന്ന് ലോകത്തോട് പറയാൻ എനിക്ക് അവകാശമല്ല. ഒരു മുഖ്യമന്ത്രിയുടെ ഫോബിയായോ പേഴ്സണൽ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് അത് അഴിച്ചു മാറ്റണം. അന്ന് ഞാൻ നിശ്ചയിച്ചു ഞാൻ കറുത്തതേ കൊടുക്കുള്ളൂ. ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് അയാൾ എനിക്ക് അനുവാദം തരികയല്ല കാണാൻ. എന്തെങ്കിലും അനുവാദം തന്നാൽ ഞാൻ കറുത്ത കൊടുത്തോണ്ടേ പോവുള്ളൂ. എന്നെ കാണിക്കും. ഈ അമ്മ പറയുന്നത് പോലെ അന്ന് കറുത്ത മാസ്ക് പോലും ഇടാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഒരു കമന്റ് ഒരിടത്തും ഇല്ല. അതെന്താ? എന്ത് ജനാധിപത്യം ഇവിടെ? ഈ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് വി ഡോണ്ട് റെസ്പോണ്ട്. ഞാൻ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചത് പോളണ്ടിൽ. അന്ന് ഞാൻ യൂറോപ്പിലുണ്ട്. ഒരു ടോപ്പിലിരുന്നയാൾ സ്വന്തം പേരിൽ 4 ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ബംഗ്ലോ, വിൻ്റർ, സമ്മർ, സ്പ്രിങ്, ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പുസ്തകം എഴുതിപ്പിച്ച് സ്വന്തം പേരിൽ പബ്ലിഷ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഞാൻ കണ്ടില്ല അവിടെ. എന്നിട്ടും ഒരു ദിവസം ആളുകൾ താഴെയിട്ടുന്നുള്ള അവസാനിച്ചു, ജനങ്ങൾ ഏറ്റെടുത്തു. ആ പോളണ്ടാണ് യുക്രൈനിൽ നിന്ന് വന്ന് സർവരെയും രക്ഷിച്ചത്. ഇവിടെ എന്തുകൊണ്ടത് വരുന്നില്ല? ഇത്രയും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നിട്ട് ഞാൻ ആധിപത്യം തുടർന്നുകൊണ്ട് പോകുന്നു. എനിവേ, ഇനി നാളെ എൻ്റെ കഴുത്ത് വെട്ടുമായിരിക്കും.
ചോദ്യം ചെയ്യുന്ന ആരും ക്രൂശിക്കപ്പെടും അല്ലേ? ഇത് കഴിഞ്ഞ് മസ്കറ്റിൽ പോയപ്പോൾ ഒരുപാട് പേര് കാണാൻ, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, കേരളം ജീവിക്കാൻ കൊള്ളുകയല്ലെന്ന്. അത്രയും പറഞ്ഞതിൻ്റെ പേരിൽ ഫേസ്ബുക്കിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ആ മധ്യപ്രദേശിൽ കിടന്നാൽ പോരായിരുന്നു. എന്നിട്ട് ട്രെയിനിൽ DYFIക്കാർ പല സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, എന്താ അങ്ങനെ പറഞ്ഞ് ആരോഗ്യണ്ടായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു കോളേജ് ക്ലാസ് എടുത്തപ്പോൾ ഒരു SFI സ്റ്റുഡൻറ്റും ഇതുപോലെ. എന്നിട്ട് ഞാൻ ചോദിച്ച് അവനെ കൊണ്ടുവന്നു. അത് പറഞ്ഞ എന്താണെന്ന് നീ നിൻ്റെ ചുറ്റുവട്ടം നോക്ക്. ഇവിടെ ഈ കുട്ടികളൊക്കെ ഇവിടെ മരിച്ചത് എങ്ങനെയാണ്, അവർക്കൊരു ഹോസ്പിറ്റലില്ലാഞ്ഞിട്ട് അല്ല, അവിടെ പോകാം, അതവർ മണ്ണിട്ട് പൊക്കി. ഞാൻ പറഞ്ഞു, മണ്ണിട്ട് പൊക്കിയതാണോ കുഴപ്പം, ഇവിടെ അവർക്ക് സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് എന്തിനാ അവർ വേറൊരു സ്റ്റേറ്റിലോട്ട് പോകുന്നത്? അങ്ങനെ ആളുകളെല്ലാ സ്റ്റുഡൻസും പ്രൊഫസേഴ്സും എൻ്റെ സൈഡിൽ കൂടി അവനെ ഇരുത്തി ഒരു സെൻസില്ലാതെ ചുമ്മാ അങ്ങ് ന്യായീകരിക്കുക. അതിനായിട്ട് വെച്ചിരിക്കുന്ന ഇവരെ. അമ്മേ, പിന്നില്ലേ, അതായത് നമ്മുടെ കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും പല രീതിയിലുള്ള വാർത്തകളാണ് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ? അതായത് ഈ റിലേഷനൊന്നും യാതൊരു എന്താ പറയുക വിലയും കൊടുക്കാതെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ, 1 വയസ്സ് പോലും ആകാത്ത കുഞ്ഞുങ്ങൾ മുതൽ അവരെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയും കൊല്ലുകയും, അതേപോലെ സ്ത്രീകൾക്ക് നേരെ ആയാലും ഒക്കെ കൊലയും മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നുള്ളൂ. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? കരയും, ഞാൻ എല്ലാ തവണയും കരയും. ആ മധുവിൻ്റെ ഇപ്പോൾ ഞാൻ കേരളത്തിൽ കയറിയ വർഷമായി എൻ്റെ സൽമാൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വിശന്നിട്ട് ഒരു സാധനം കട്ടെടുത്ത് എന്നിട്ട് തല്ലിക്കൊന്നില്ലേ മൃഗങ്ങളെപ്പോലെ. ഇവിടെ മനുഷ്യർക്കൊരു വിലയില്ല. അതേസമയം ഞാൻ നിരാഹാരം കിടന്നപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയുടെ PA ആണ് രാകേഷ്, മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ 2 മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കും, ദരിദ്രരുടെ കണ്ണുനീരൊപ്പുന്ന സർക്കാരല്ലേ. ഞാൻ പറഞ്ഞു, കണ്ണുനീരൊപ്പുകയാണോ കണ്ണുനീര് കുടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ തീരുമാനിക്കുന്നത് നടപ്പാക്കും. ഓ, അത് മീഡിയക്കാരാ. ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ TV കണ്ടിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ അങ്ങനെ പറയുന്നത്? ഇപ്പം ചുറ്റുവട്ടം നോക്കിയാൽ ഈ ജ്ഞാനാധിപത്യം ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ പോകുന്നു. ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സുകൊണ്ട് കാണുന്നത്, ഭരിക്കുന്ന അവർക്ക് എല്ലാ തരമല്ല, മ്യൂസിക് കേട്ട് പാലിങ്ങി ഒഴുകുക, എന്തെല്ലാം തരത്തിലാണ്. ഒരിക്കൽ ന്യൂസ് കണ്ടതാ, മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ മൃഗസംരക്ഷണം 2-3 പട്ടികളെ വളർത്തുക. അതാണ് മൃഗസംരക്ഷണം. ആരുടെ പൈസ കൊണ്ടാ? അവൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയുണ്ടോ ഈ തെരുവിലുള്ള പട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ വളർത്താൻ? ഇങ്ങനെ എല്ലാവേ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ഒരു സ്ഥലത്ത് ഒരു കൂട്ടർക്ക് എല്ലാം ഉണ്ട്. ഈ കേരള എല്ലാം ലക്ഷൂറിയസ് വേ, ബാക്കിയെല്ലാം. എനിക്കിപ്പം കേരളത്തിൽ അരിഭക്ഷണം കഴിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഒരിടയ്ക്ക് ന്യൂസ് മുഴുവനും കൃഷിക്കാരുടെ നെല്ല് മേടിച്ചെടുത്തേച്ച് പൈസ കിട്ടാഞ്ഞിട്ട് അവർ തൂങ്ങിച്ചാകുന്നു. ഇപ്പം എനിക്ക് ചോറ് ആരെങ്കിലും കൊണ്ടുവന്ന് ഞാൻ നേരെ കാണുന്നത് ഈ തൂങ്ങിക്കിടക്കുന്ന ഡെഡ് ബോഡിയാണ്, കടം കയറി മൂടിയിട്ട്. ഇങ്ങനെ ഇതെല്ലാം കോൺട്രഡിക്ഷനായിട്ട് സാധാരണ ആളുകൾ, പാവപ്പെട്ടവരുടെ എല്ലാം വളരെ മോശമായിട്ടാണ് പോകുന്നത്. ഈ ഇതുപോലെ ലഹരി ഇതെല്ലാം കാണും. എന്നിട്ട് അവിടെ ബ്രൂവറി, എന്തിനാത്? എന്നാ ബ്രൂ ചെയ്യാൻ? എന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല. അതേതായാലും നടക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ വിശക്കുന്നവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്, ദാഹിക്കുന്നവർക്ക്. എൻ്റെ മനസ്സിൽ കേരളം ദരിദ്രരുടെ കണ്ണുനീര് ഒപ്പുന്നതല്ല, കണ്ണുനീര് കുടിപ്പിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏറ്റവും സാധ്യതയുള്ള എഡ്യൂക്കേഷൻ, പ്രകൃതി സമ്പത്ത്, ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ്. എന്നിട്ടും ഇത്രയും ദാരിദ്ര്യം, ഇതെല്ലാം ആളുകളാണ് നിത്യവും സമരം അവരുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട്. ഈ കാസർഗോഡ്
ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ഒന്നെങ്കിൽ മംഗലാപുരം അല്ലെങ്കിൽ കണ്ണൂർ. ഞാനൊരു പയ്യനെ വളരെ ഞാനിവിടെ കയറിയപ്പോൾ മുതൽ അറിയുന്ന എൻ്റെ സൾഫാൻ വിക്റ്റിമാണ്, അവൻ്റെ പേര് ഞാനിപ്പം ഓർക്കുന്നില്ല. അവൻ നല്ല മിടുക്കൻ. ഏത് സമരത്തിൽ ഏത് നേതാക്കന്മാരോ അതിഥികൾ വരും, സാറേ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആനയിക്കുന്ന MR ആണ് പുള്ളി. ബട്ട് ഹി വാസ് വെരി ഗുഡ്. അവനൊരിക്കൽ വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെന്തോ കൊടുത്ത് അവിടെ ഇരുത്തി. ഞാൻ നഴ്സിംഗ് പഠിച്ചതാണ്. അങ്ങനത്തെ കേസ് വരുമ്പോൾ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അത് കാണുമ്പോഴേ അറിയാം ഇത് അപ്പൻഡിസൈറ്റിസ് ആണെന്ന്. എന്നിട്ട് ഇവനെ അവിടെ കിടത്തി ദിവസം മുഴുവനും കിടന്ന് അവൻ പിന്നെയും വേദനിക്കുകയും കരയുകയും ഛർദ്ദിക്കുകയും ഇതൊക്കെ. ദേ ഹാഡ് നോ ടൈം ടു അറ്റൻഡ്. അവസാനം അവർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയത് പരിയാരത്ത്. അവിടെ ചെന്നപ്പം ചെല്ലുന്നതിന് മുമ്പ് ചെന്ന് കഴിഞ്ഞ ഉടനെ മരിച്ചു. അവർ പറഞ്ഞു ഒരു 2 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ സേവ് ചെയ്യായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേഴ്സിംഗ് പഠിച്ചപ്പോൾ ഞാൻ ആ കേസ് കണ്ട അതിനൊരു എക്സ്റേ വേണ്ട, ഒന്നും വേണ്ട. ടിപ്പിക്കൽ കേസ് അപ്പൻഡിസൈറ്റിസ്. ഈ അപ്പൻഡിക്സ് ബേസ്റ്റ് ചെയ്താൽ ഫിനിഷ്ഡ്. അവിടെ ചെന്നപ്പോഴേ ഇതിന് രാവിലെ വന്ന കുട്ടിയാണ് വൈകുന്നേരം അവിടെ ചെല്ലുന്നത്. ഇതൊക്കെ അനാസ്ഥയല്ലേ? ഈ മെഡിക്കൽ പേഴ്സണൽ അവർക്ക് അറിയത്തില്ലേ ഇവനെന്നാ ചെയ്യേണ്ടതെന്ന്? ഇവിടെ ഐ ഡോണ്ട് നോ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനായിട്ടാണ് ഇപ്പം കാണുന്നത്. പിന്നെ തുറന്നു പറയുന്നതിന് നാളെ ടുക്കട കരങ്ങി. ഞാൻ ഹിറ്റ്ലറിൻ്റെ കാലത്ത് കണ്ടതാ അവിടെ നടന്ന. ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അവിടുത്തെ ചില ആനി ഫ്രാങ്കിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. പുള്ളിയുടെ അച്ഛൻ മാത്രമാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് തിരിച്ചു വന്നത് ജീവനോടെ. അമ്മയും ആനിയും ചേച്ചിയും മരിച്ചു അവിടെ. ആ അച്ഛൻ താമസിച്ച മുറിയിൽ ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. തിരിച്ചു വന്നേച്ച് താമസിച്ച് അവരുടെ കസിൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ഞാൻ നേരിട്ടുണ്ട്. ഒരു പോലീസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ യൂതന്മാർക്ക് ഈ സ്റ്റാർ എന്ന് പറയുക അല്ലെങ്കിൽ സ്വസ്തിക് ആ ചിഹ്നം അവരുടെ ഡ്രസ്സ് വേണമെന്നുണ്ടായിരുന്നു. അത് വെക്കാത്തതിൻ്റെ പേരിൽ 7 പേരെ കൊന്ന ഒരു പോലീസ് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, നിഷ്കരുണമായിട്ട് ഷൂട്ട് അറ്റ് ദ സൈറ്റ് ആണെന്നറിയാം, പക്ഷെ അത് വെക്കാത്തതിൻ്റെ പേരിൽ കൊന്നു. അവസാനം ഇയാൾ മാനസാന്തരപ്പെട്ട് മനസ്സ് അല്ലാതെ നിലവാരം തെറ്റി അയാൾ കാട്ടിക്കൂടെ ഓടി വേറെ രാജ്യത്ത് നിന്ന് ഹോളണ്ടിലോ എവിടെയോ ചെന്ന് രക്ഷപ്പെട്ടു. ആ ആൾ പറയുന്ന കാര്യം നമ്മൾ അതൊരു സ്വേച്ഛാധിപതിയായിരുന്നു. ഇതൊരു ജനാധിപത്യം. ജനങ്ങളുടെ വോട്ട് മേടിച്ച് നമുക്കൊരു പ്രത്യേക നിയമമുണ്ട് ജനാധിപത്യത്തിന്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനെയൊക്കെ വരാൻ സാധിക്കില്ല. നമുക്കെല്ലാവർക്കും കൂടെ ഈ കേരളത്തെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം. അതെ, അതിന് ഈ പച്ചവിരൽ തന്നെ ധാരാളമാണല്ലോ. പക്ഷെ ആ പച്ചവിരൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. അതും വേറെ ഒരു അനുഭവം. ഈ കേരളത്തിലാണ് ഞാൻ ആ പറഞ്ഞ ദയാബായി മലയാളം സോങ് അതിൻ്റെ അടിയിലും ഉണ്ട് ഒരാളുടെ കോണ്ടാക്ട് എന്നും പറഞ്ഞ് ഒരു ലേഡി DFO എന്നെ എടുത്ത് പരിപാടി വിളിച്ചപ്പോൾ ഞാനിത് നോട്ട് ചെയ്യുന്നത്. എൻ്റെ സ്ഥലത്ത് ഞാൻ ആരാധകനാണെന്നും പറഞ്ഞ് വന്നിട്ടുള്ള മധ്യപ്രദേശ് വന്നിട്ടുള്ള ഒരാളുടെ കോണ്ടാക്ട് അത്. ആ ആൾ ഞാൻ ആദ്യം കാസർഗോഡ് പോയി ന്യൂസ് കണ്ടുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, കാസർഗോഡ് പോയി എന്നെ പോകുമ്പോൾ എന്നെ അറിയിക്കണം. ആളൊരു വണ്ടിയൊക്കെ ആയിട്ട് എന്നെ കറക്കി. അപ്പം ഞാൻ ഈ എഴുതിയ പാട്ടും അത് ഏതൊരു വെച്ചൊരു വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അയാൾ ക്യാമറമാനെ വിട്ടു. ആ പാട്ടിന് മ്യൂസിക്, എൻ്റെ സിനിമയ്ക്ക് മ്യൂസിക് കൊടുക്കാൻ വന്നയാൾ മ്യൂസിക് കൊടുത്തു. ഇങ്ങനെയെല്ലാം വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞ് അയാൾ ഒരു കോണ്ടാക്ട് അത് ഈ DFO പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നോട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ പലതവണ വിളിച്ചു അഡ്രസ്. ഞാൻ ഡയറക്റ്റല്ല, വേറുള്ളവരെ കണ്ട് പൈസ തന്നേരെ, തുണി തന്നേരെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മളെ പച്ചവരലും അതുപോലെ പച്ചവരലെ കുറേ സംഭവമൊക്കെ ഓൾറൈറ്റ്. പക്ഷെ അതിനകത്ത് ഒരാമുഖം എഴുതിയിരിക്കുന്ന ഒരു X
ജസ്യൂട്ട് ജീവിതത്തിലെല്ലാം ആ ജസ്യൂട്ട്സിൻ്റെ അവിടെ നിന്ന് അവിടെ എല്ലാം നേടിയച്ച ഒരു ആദിവാസിയെയും കല്യാണം കഴിച്ചവരുടെ ജീവിക്കുന്നു. ഇന്ന് സഭയ്ക്കെതിരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് അയാൾ കഴിയുന്നു. ആ ബുക്ക് റിലീസ് ചെയ്യാൻ അമ്മേനെ എഴുതിയ സിസ്റ്റർ ജസ്മിയാണ് വിളിച്ചത്. അവിടെ ജീവിതത്തിലെല്ലാം അനുഭവിച്ച് ഒരാശയക്കുഴപ്പത്തിൻ്റെ പേരിൽ കോൺവെൻറ്റ് വിട്ട ഒരാളെ കൊണ്ട് അപ്പോൾ എന്നെ ചിത്രീകരിക്കുന്ന ഒരു എക്സ്റ്റൺ. ഐ ഡിഡ്ന്റ് ബിക്കം എ നൺ. ഞാൻ പോയതേ ഉള്ളൂ, എൻ്റെ വഴി അതല്ല എന്നുകൊണ്ട് ഞാൻ എൻ്റെ കോൺവെൻറ്റിൻ്റെ ഒരു കുറ്റവും ഞാൻ ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കോൺവെൻറ്റിൻ്റെ നീഡ് ഓഫ് ദ ടൈം ഈസ് ദ വിൽ ഓഫ് ഗോഡ് അതായിരുന്നു. പക്ഷേ എനിക്കതല്ലായിരുന്നു എൻ്റെ വിളി, അതുകൊണ്ട് ഞാൻ പോന്നു. ഞാൻ അവരുടെ കുറ്റം കൊണ്ടല്ല. ഐ കുഡിന്റ് ക്ലിക്ക്, ദാറ്റ്സ് ഓൾ. അത് ഞാൻ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കില്ല. ഞാൻ ഈ മധ്യപ്രദേശിൽ വന്ന് എൻ്റെ വഴി കണ്ടുപിടിച്ചേച്ച് എനിക്കെന്തോ പരിപാടിക്ക് പാറ്റ്നയെ വിളിച്ചപ്പോൾ ഞാൻ നേരെ പോയത് ആ മദറിൻ്റെ അടുത്താണ്. ഞാൻ പറഞ്ഞു, മദർ, താങ്ക് യു ഫോർ ദ ഡിസിഷൻ യു മെയ്ഡ് ദാറ്റ് ഡേ. ഐ ഫൗണ്ട് മൈ വൊക്കേഷൻ. ഐ എം ഹാപ്പി. ഞങ്ങൾ കോൺവെൻറ്റിലൊന്നും കെട്ടിപ്പിടുത്തോ ഒന്നും ഉള്ളതല്ല. എന്നിട്ടും മദർ എന്നെ കെട്ടിപ്പിടിച്ചു, ഞങ്ങൾ കരഞ്ഞു. ഐ ഹാവ് നത്തിങ് അഗൻസ്റ്റ് മൈ ആൻഡ് ഇന്നും ഞാൻ ഞങ്ങളുടെ കോൺവെൻറ്റിനെ വൺ ഓഫ് ദ ബെസ്റ്റായിട്ടാണ് കാണുന്നത്. പക്ഷെ എനിക്കതല്ലായിരുന്നു. അവിടെ ഒരു വഴി തുറന്ന് കിട്ടുമല്ലേ ചെയ്തത്. അതെ. അതേപോലെ അമ്മയുടെ ഈ ലൈഫ് മുഴുവനായിട്ട് ഒരു മൂവി ആയിട്ട് വന്നല്ലോ. അത് ഇറങ്ങിയില്ല. അത് 2 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി. 3ാമത് ബ്രസീലിലേക്ക് പോകുമ്പോൾ ലോക്ക്ഡൗൺ ആയി. പിന്നെ അതങ്ങനെ കിടന്നു. ഇതിനെപ്പോഴും തടസ്സങ്ങളായിരുന്നു. പക്ഷെ അതിപ്പം 2022 റിലീസാവേണ്ട മൂവിയല്ലേ? ഇപ്പം ആകേണ്ട ഇതായിരുന്നു. 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് എടുത്തതും ഏകദേശം. പക്ഷേ ആ എടപ്പള്ളിയിലെ ആ പ്രീവ്യൂ കഴിഞ്ഞേച്ച് 3-4 നിങ്ങളും എന്നെ തവപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. 3-4 ചാനലിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത് അവരുടെ ആരുടെയും കുറ്റമല്ല. ഒരിടത്ത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എന്നോട് ചോദിച്ചു കാസർഗോഡേ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കാകെ പ്രതീക്ഷയുള്ളത് ഊപ്പർവാല ആൻഡ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലെനിക്ക് പ്രതീക്ഷയുണ്ട്. അതും ഇടയ്ക്ക് എനിക്കൊരു പേടി തോന്നി. പക്ഷേ ഇപ്പോൾ അത് ക്ലിയറായി. അത്രയും പറഞ്ഞതിന് BJPക്കെതിരായിട്ട് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻകാർ മാറി. അതുകൊണ്ട് ഇപ്പോൾ ഇവർ പൈസ ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുക അതൊന്ന് റിലീസാക്കാൻ. ഇവർ പ്രൊഡ്യൂസ് ചെയ്തു ഇത്രയും പൈസയും ചിലവാക്കി ഇങ്ങനെ നടന്ന് റിലീസ് ചെയ്യണമെങ്കിൽ ഒരു കൂട്ടർ 700 എണ്ണം തിയേറ്ററിൽ കൊടുക്കാമെന്നും പറഞ്ഞ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തു. അവർ 2 കോടി ചോദിക്കുന്നു. എന്തേരെ കിട്ടും, എന്തേരെ ഇവർക്കും ഇല്ലേ കുറേ ചിലവ്. ആ മൂവിയിൽ സ്വന്തം ലൈഫ് ഇങ്ങനെ കണ്ടപ്പോൾ അമ്മ മുതൽ ഒടുക്കം വരെ പൊട്ടിക്കരഞ്ഞു. അയ്യോ, ഇതെല്ലാം അറിയാമല്ലോ. ഞാൻ അമ്മേനെ മുഴുവനായിട്ട് പഠിച്ചിട്ടാ വന്നത്. ഞാൻ ശരിക്കത് കണ്ടില്ല മുഴുവൻ. അവിടെ ഇവിടെ ഇങ്ങനെയൊന്നും നോക്കുള്ളൂ. ഐ വാസ് ക്രൈങ്. നമ്മുടെ ഓൺ നമ്മൾ അനുഭവിച്ചത് വി ആർ ഗോയിങ് ബാക്ക് ടു ദാറ്റ്. സോ വി ആർ റീലിവിങ് ദ ഹോൾ എക്സ്പീരിയൻസ്. നോട്ട് ഈസി. നടന്നു വന്ന വഴികളും അനുഭവിച്ച എൻ്റെ പല്ല് പോയത് തന്നെ ഒരു പോലീസ് ഇടിച്ചു പോയതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ദൈവം ഇടപെട്ട് പലയിടത്തും വഴി ശരിയാക്കി തന്നിട്ടുണ്ട്. മിറക്കുലസ് വേ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഇത് റിപ്പോർട്ടായി 6-7 ഇൻക്വയറി. അതും ഓർക്കപ്പുറത്ത് 1-2 പേരവിടെ വന്നു. അവരത് ഏറ്റെടുത്ത് ഒരുപാട് സ്ത്രീകളെ കൊണ്ട് ഘരാവൊക്കെ ചെയ്ത് വലിയ സംഭവമായതാണ്. 7 ഇൻക്വയറി നടന്നു. പോലീസ് കമ്മീഷണറും എല്ലാവരും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുക. ഞാൻ കേട്ടത് എല്ലായിടത്തും പറയുന്നത് അതൊരു ഫേക്ക് സ്റ്റോറിയാണ്, കുക്ക്ഡ് അപ്പ് സ്റ്റോറിന്ന്. ഞാനെല്ലാം നുണ പറഞ്ഞുണ്ടാക്കിയതായിട്ടാണ് അവിടെ ഇവിടെയും കേട്ടത്. ഒരു ദിവസം 2 കൊല്ലം ഇങ്ങനെ കടന്നു കഴിഞ്ഞ് 2 ചെറുപ്പേർ, ഇയാൾ സ്ഥലം മാറി, വേറെ ആൾ വന്നു, SP വേറെ പുതിയത് വന്നു. എന്നിട്ട് ഒരു ദിവസം 2 ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മെഹന്തി പോലീസ് സ്റ്റേഷനിൽ SI ഇങ്ങനെ അടിച്ചൊക്കെ ശരീരം മുഴുവനും കറുത്ത പാടൊക്കെ ഉണ്ടായിരുന്നു. SP അടുത്തൊന്ന് പോകണം, ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ? ഞാൻ പോയി.
SP ഇതെല്ലാം കേട്ടേച്ച് നിങ്ങളാണോ ആ ദയാബായി RR ഡുബെ SI എന്തോ ചെയ്യുമെന്ന് കേട്ടല്ലോ. സച്മേ ഓ ഹാത്ത് ലഗായ, ശരിക്കും തൊട്ടോന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഈ സംഭവം നടന്നതുപോലെ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ആദ്യം പോ പിന്നെ എഴുതാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് റിപ്പോർട്ട് ദെൻ എൻക്വയറി. ഇയാൾ പറയുന്നത് ഫസ്റ്റ് ജാഞ്ച് കരെങ്കിൽ ഫിർ ലിഖെങ്കിൽ, ഇങ്ങനെ അതർക്ക് തന്നെ അടിക്കാൻ സെറ്റ് ഹാത്ത് നെയ്യിലൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകാൻ നന്നായി FIR കോപ്പി കൊണ്ടേ പോകുള്ളൂ. ഒരു ഇടി തന്നു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഒച്ചയിട്ടപ്പം മറ്റൊരു പോലീസുകാർ വന്ന് ഇടയ്ക്ക് നൈസാ എന്നിട്ടും അയാൾ വന്ന് എൻ്റെ കയ്യെ പിടിച്ച് കുറക്കി മുറ്റത്തോട്ടിറക്കി എറിഞ്ഞു. അവിടെ നിന്ന് ഞാൻ FIR കോപ്പി കൊണ്ടേ പോകുള്ളൂ എന്ന് ഞാൻ പിന്നെയും തിരിച്ചു വന്നു. അന്നേരം ഇവിടെ പിടിച്ച് ഭിത്തിയെ കൊണ്ടുപോയി ഇടിച്ചു. അപ്പോഴാണ് എൻ്റെ പല്ല് ഇങ്ങനെ. പക്ഷെ എനിക്ക് വേദനയൊന്നും തോന്നിയില്ല, നമ്മായിപ്പോയി. ബ്ലഡ് വന്നു, മുഴുവൻ അകത്താണ് ഒടിഞ്ഞു, പല്ലൊടിഞ്ഞ് അധികം വീണില്ല. അത് കഴിഞ്ഞ് വെച്ചിട്ട് ലോക്കപ്പിലേക്ക് അവളെ ബന്ധുക്കാരോന്നും പറഞ്ഞുകൊണ്ട് എന്നെ ലോക്കപ്പിലേക്ക് എറിഞ്ഞു. അവിടെ എനിക്ക് പേടി തോന്നി. കാരണം ലോക്കപ്പിന് അകത്തായി കഴിഞ്ഞ് റേപ്പ് എന്ത് വേണേലും, ഇയാളുടെ ബൂട്ടിട്ട് ഒരു ചവിട്ട് കിട്ടിയാൽ നമ്മൾ പങ്ക്ചറാകും. അതൊക്കെ ഓർത്തോണ്ട് ഞാൻ ദൈവത്തെ ഇങ്ങനെ വിളിച്ചോണ്ട് ആ ലോക്കപ്പിൻ്റെ കഥകൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് തൂങ്ങി. ആ നേരത്തെ ഒരു 20 പേര് റോഡിൽ നിന്ന് ഈ സംഭവം മുഴുവൻ കൊണ്ട് ക്യാ ഹുവാസാബ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നു. അങ്ങനെ നടന്ന ആ സംഭവം അതുപോലെ ഇയാളോട് പറഞ്ഞു വെച്ചു. അയാൾ ഫയൽ വിളിപ്പിച്ചു, മറിച്ച് ക്യാബ് ജായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ESI വേറൊരു സ്ഥലത്താണ്. അവിടുന്ന് 6 മണിക്ക് അയാളുടെ ബുള്ളറ്റ് പോകുന്ന ഞാൻ കണ്ടു. 10 മണിക്ക് തഹസിൽദാർ വീട്ടിൽ വന്ന് ചോദിച്ചു, ന്യൂസ് വല്ലതും കിട്ടിയോ? ദുബൈക്ക് രാത്രി വയർലെസ് മെസ്സേജ് വന്നു, അയാൾക്ക് ഡിമോഷനായി, 2 ഇൻക്രിമെൻറ്റ് ക്യാൻസലായി. എന്നിട്ട് SP എന്നോട് പറഞ്ഞ് എൻ്റെ 7 ഇൻക്വയറിലേതും അയാളോട് പറഞ്ഞു ഒരേ ഒരു രീതി, ഒരു മാറ്റവുമില്ല. ദെൻ ഹീ സെഡ് സച്ച് ഏക്കി ഹോത്താ. അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരും അയാളും പറഞ്ഞതൊക്കെ ഓരോ സ്റ്റോറി. പക്ഷേ ഹി വാസ് ഗുഡ്. അയാളെക്കാളും മുകളിലുള്ളവർ ഇൻക്വയറി ചെയ്തേച്ച് ഇങ്ങനെ കിടന്ന പോലെ അയാൾ ഓൺ ദ സ്പോട്ട് ആക്ഷനെടുത്തു. അതാണ് ഞാൻ പറയുന്നത്, ഈ ദൈവം വലിയ പുള്ളിയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഓക്കെ, അമ്മേൻ്റെ ഒരുപാട് ഡോക്യുമെൻ്ററികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അമ്മ ഒരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ, കാന്തൻ. ഒന്നല്ല, ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് 2-3 എണ്ണത്തിൽ അഭിനയിച്ചു. അത് ഓരോ കൊല്ലവും നല്ലതാകുമ്പോൾ എല്ലാ കൊല്ലവും അവർ വിളിക്കും. ഞാൻ സമരം ഇരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എനിക്ക് ഒരാൾ വിളിച്ചായിരുന്നു പൂനെയിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു അന്നേരം ആഹാരം തുടങ്ങുക, I won't be able to come. അങ്ങനെ പോയി. പിന്നെ വേറൊന്ന്, എൻ്റെ അവിടെ വന്ന് ഷൂട്ട് ചെയ്ത പ്രിയനന്ദൻ്റെ ഒരു സിനിമയിൽ ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. മറ്റേ കാന്തൻ്റേത് ബിഗ് റോള്. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് വളരെ നല്ലതായിരുന്നു. ആ ഒരു വില്ലേജിൽ ആദിവാസികളുടെ ഇടയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഞങ്ങളൊരു ടീം പോലെ വർക്ക് ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഭാഷ വ്യത്യാസം ഉണ്ടായിരുന്നു, അതിൻ്റേതായ ഒരല്പം ബുദ്ധിമുട്ട്, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. പിന്നെ എനിക്ക് ഈ ചെറുപ്പം മുതലേ ആക്ടിങ് എൻ്റെ ബ്ലഡിലുണ്ട്. അതിൻ്റെ കാരണം ഞാൻ എല്ലാവരെയും നല്ലപോലെ ഒബ്സർവ് ചെയ്യും. ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് മീ ദെൻ. പിന്നെ അതേപോലെ ഈ കുട്ടിക്കാലത്തിലെ സംഭവങ്ങൾ പറയുമ്പോൾ, അതേപോലെ ഇപ്പോൾ മധ്യപ്രദേശിൽ ഇത്രയും കാലം 48 വർഷം എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതിനിടയിൽ ഈ മരങ്കേറി എന്നുള്ള വിളി, ഞാൻ വീട്ടിൽ മഴയില്ലെങ്കിൽ അധികവും പുറത്ത് മരത്തേൽ, പിന്നെ പണിക്കാരൊക്കെ ചെറിയ മാടപ്പര ഉണ്ടാക്കി തരും, ഊഞ്ഞാൽ, അവിടെയൊക്കെ ആയിരുന്നു വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മരത്തിൻ്റെ ഏലത്തെ കശ്മാവിൻ്റെ ഒക്കെ മണ്ടത്ത് പോയിരുന്ന്. എന്നിട്ട് ഞാനൊരിക്കൽ സൈക്കിൾ മേടിച്ചു. സൈക്കിളും കൊണ്ടുവരുന്ന പെണ്ണ് മരം കയറി, പെണ്ണ് കോലെ കയറി, കോല് കയറി പെണ്ണ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ എവിടെയോ നിന്നും പാടുന്നു നമ്മളെ. അപ്പൊ ആ വിളി കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? എനിക്കൊന്നുമില്ല, നെവർ മൈൻഡ്, അത് അവരുടെ പ്രശ്നം. അപ്പൊ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു? അതിനൊന്നുമില്ല. ഇല്ല.
മജാലേറെ. ഈ ഒരു ചോദ്യത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും അറിയില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. അതായത് അമ്മ ഇപ്പൊ ഈ ഒരു ലൈഫിനോട് അമ്മയ്ക്ക് പ്രണയമാണ് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും കാലത്തെ ഈ ഒരു ജീവിതത്തിനിടയിൽ മറ്റു പലരുടെ കൂടെയും അമ്മ ഇങ്ങനെ കഴിയാനായിട്ടും അവരെ അറിയാനായിട്ടും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഒരു വട്ടം പോലും എനിക്കൊരു കുടുംബം വേണം, കുട്ടികൾ വേണം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല? എനിക്ക് ഒത്തിരി ഓഫർ ഉണ്ടായിരുന്നു. പ്രണയിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. റെഫ്യൂജി ക്യാമ്പിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ, ബംഗ്ലാദേശിലെ ഒരു ഇറ്റാലിയൻസ് അവർ ഡേറ്റ് ചെയ്യണമെങ്കിൽ പേരൻസിനോട് ചോദിക്കും പെണ്ണിൻ്റെ. എൻ്റെ പേരൻസിന് എഴുതി എന്നെ മീറ്റ് ചെയ്യും. ബട്ട് എനിക്കൊന്ന് ഫീൽ ചെയ്യും, ഒന്ന് ക്ലിക്ക് ചെയ്യണ്ടേ. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ടു മീ. അത് ഇപ്പം ഞാൻ എപ്പോഴും വഴിക്ക് ഓരോരുത്തർ ഈ കുട്ടികളെ കൊണ്ട് പോവുക, അല്ലെങ്കിൽ ഓരോ പ്രശ്നം, എൻ്റെ ദൈവമേ ഞാൻ ഇതിൽ പെട്ടുപോയില്ലല്ലോ എന്ന് ഞാൻ ഓർക്കും. അങ്ങനെയൊന്നും പോണമെന്ന് നമുക്കും കൂടെ ഒരു ഇച്ചിരി ടിക്ലിങ് ഫീലിംഗ് എന്തെങ്കിലും വരണ്ടേ. അതിലും വലിയ പ്രണയം എങ്ങനെ തോന്നാണ്? എക്സാക്ട്ലി. അയ്യോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരുപാട്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നും പറഞ്ഞ MSWയിൽ ആൽക്കഹോളിക്സിനെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ വലിയ പ്രശ്നമായിരുന്നു. ഇങ്ങനെ പിറകെ നടന്ന അല്ല, ആൽക്കഹോളിക്സിൽ എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ഒരു കൊല്ലം ഹാൻഡിൽ ചെയ്ത. ബട്ട് ഹി വാസ് ഇൻഡസ്ട്രിയൽ ടാറ്റയിലും കണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന. പക്ഷേ ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്തപ്പം അവൻ എന്നോട് പറഞ്ഞു, അവൻ ടീനേജറായിരുന്നു. ഇപ്പം ഭാവി, അതായത് എൻ്റെ ബ്രദറിൻ്റെ ഭാര്യയായിട്ട് ഇവൻ ബന്ധപ്പെട്ടു ഫിസിക്കലി. അത് കഴിഞ്ഞ് ഇവൻ കല്യാണം കഴിഞ്ഞപ്പം ഇവന് വൈഫിനെ തൊടാൻ പോലും പറ്റിയല്ല. ഓ ദേവി ഹേ, അവരെ ഒരു തരത്തിലും ഇയാൾക്ക് അടുപ്പിക്കാൻ പറ്റിയല്ല. അന്നേരം ആ ഗിൽറ്റ് ഫീലിംഗ് കൊണ്ട് ഇവളെ ദേവിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞ് ഇവള് ഒരു ബന്ധമില്ലാതെ ഇവർ ജീവിക്കുന്നു. ബാക്കിയുള്ളിടത്തും ഒക്കെ, ബട്ട് ബെഡ്റൂം ദേ കാൻ ബി ടുഗദർ. അങ്ങനെ അവസാനം ഇയാൾ കുടി തുടങ്ങി. കുടിച്ച് അങ്ങേയറ്റമായി. പക്ഷെ എൻ്റെ അടുത്ത് ഇയാൾ ഈ സംഭവം പറയുന്നു. അത് കഴിഞ്ഞ് ബിക്കം ഓൾ റൈറ്റ്. നേച്ചർ കൗൺസിലിങ് 2 പേരെയും കൂടെ കൂട്ടി ചെയ്തു. വേറൊന്നും ഇതുപോലെ. പക്ഷെ ആൾ എന്നെ സ്നേഹിച്ചു. എനിക്ക് കൊടുക്കാനൊന്നുമില്ലായിരുന്നു. അറിഞ്ഞില്ലല്ലോ ഒന്നും. ഉള്ളിൽ ഇതിലും വലിയ പ്രണയം കൊണ്ട് നടക്കുന്ന ആളാണ്. എന്നിട്ട് എങ്ങനെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചു? അയാൾ മൊത്തത്തിലല്ലല്ലോ ജോലി. ഞങ്ങളെ ഒരു കേസ് വർക്ക് ചെയ്യുന്നതല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പറഞ്ഞു അമ്മേനോട് ഇങ്ങനെ? ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് കാണിക്കപ്പെടുക. കാരണം എൻ്റെ മനസ്സിലും ഇങ്ങനെ ഒരു നീ ദൈവം ഇനി ആ വഴിക്കാണോ എന്നെ കൊണ്ടുപോകുന്നൊരു ഇതും കൂടെ തോന്നും. കോൺവെൻറ്റിൽ ഇല്ല, ദൈവം ഇങ്ങനെയാണോ. എൻ്റെ ബ്രദറിനെ ഒന്ന് കാണിച്ചു. ബട്ട് ഫോർ മീ എനിക്ക് ഒരു 1% പോലും ഒരു ഫീലിംഗ് കൂടാതെ എങ്ങനെയാണ് അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഫിനിഷ്ഡ്. സ്റ്റിൽ സിംഗിൾ? ഐ എം നോട്ട് സിംഗിൾ. എനിക്ക് 10,000 മക്കളുണ്ട്. ദൈവം. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ എൻജോയ്. ഞാൻ ഈ കൃഷിയൊക്കെ മൃഗങ്ങൾ, പ്ലാന്റ്സ് എല്ലാം കൂടി ഒരു നല്ലൊരു ബന്ധം എനിക്കുണ്ട്. എൻ്റെ പൂച്ച പ്രസവിക്കാൻ വരുന്നത് എൻ്റെ മടിയിലാണ്. എൻ്റെ പട്ടികൾ ഞാൻ എവിടെയെങ്കിലും പോകുന്നറിയുമ്പോൾ എൻ്റെ കിടക്കേ വന്ന് കിടക്കും. ഒരു വലിയൊരു കണക്ഷനും ഒരു ബന്ധമുണ്ട്. വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ? പച്ചക്കറികൾ മാത്രമല്ല, ധാന്യങ്ങളും. അവനവന്റെ മണ്ണിൽ അവനവൻ അധ്വാനിച്ച് അതെല്ലാം കൂടി ഒരു നല്ലൊരു ബന്ധങ്ങളുള്ളത് കൊണ്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഒരു കുടുംബം വേണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് വലിയ കുടുംബമുണ്ട്. അതെ, വേണമെന്ന് തോന്നിയിട്ടില്ലെന്നല്ല, അങ്ങനെ അകപ്പെട്ടു പോയില്ലല്ലോ എന്നേ ഞാൻ ഓർക്കുന്നുള്ളൂ.
പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ചോദിക്കാൻ വിചാരിച്ചു, അമ്മന്റെ കാലിന് ഇത് എന്ത് പറ്റി? അത് ആദ്യം ഒരല്പം തുടക്കം അവിടെ ഒരാളെന്നെ വലിച്ചഴിച്ചിട്ട് ഇത് ചവിട്ടി ചങ്ക ചവിട്ടുമൊക്കെ ചെയ്തു. പക്ഷെ അന്നിങ്ങനെ ഷേപ്പൊന്നും ആയില്ല, ഒരു വേദനയുണ്ടായിരുന്നു. ഈ നിരാഹാരം കഴിഞ്ഞാണ് ഇങ്ങനെയായത്. എനിക്ക് എൻ്റെ കാലും എല്ലാം ഒത്തിരി വേദനിക്കുമായിരുന്നു. അപ്പം ഒരു സാരിയുടെ നൂല് പോലും അവരിലെ കൊള്ളുമ്പം വേദന. ഇപ്പം വേദനയൊന്നുമില്ല, വേദന പോയി അതങ്ങനെ ഷേപ്പായി. ഇടയ്ക്ക് ഇങ്ങനെ വലിക്കുന്ന പോലെ ഒരു ക്രൂഷ്യൽ പെയിൻ വന്ന് പതുക്കെ പതുക്കെ ആ ഷേപ്പായി. നോ പ്രോബ്ലം. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ചെരുപ്പ് ഇല്ല, ഞാനിപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിച്ച ഒരു ചെരുപ്പാ ഭോപ്പാലിൽ നിന്ന്, ഇങ്ങനെ മാത്രം വള്ളിയുള്ളത്. ഓ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആ വി ഷേപ്പുള്ള ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒന്നുമില്ല, ഒരു കുഞ്ഞു കാര്യം. കുഞ്ഞുമൊക്കെ ചോദിച്ചു അമ്മന്റെ ഈ മൂക്കുത്തി ഓക്കെ, ഞാൻ 2 സൈഡ് മൂക്കുത്തി. നല്ല കാര്യം. അത് ഞാൻ പലതരത്തിലുള്ള ഇട്ട് അവസാനം ഇത് ഘടിപ്പിച്ചിട്ടിരിക്കുക, അത് പോവുകയല്ല. മറ്റേ എപ്പോഴും പോകുമായിരുന്നു. മുക്കുത്തി അവരുടെ വേഷത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ ആദ്യം വീട്ടിൽ വന്നപ്പം എൻ്റെ കാത് നിറയെ വളയുണ്ടായിരുന്നു, നിറയെ, ഒന്നല്ല, മൂള് മുതൽ താഴെ വരെ. എന്നിട്ട് പപ്പ എന്നെ കാണുന്നുണ്ട്, ഇത്രയും വേണമായിരുന്നു എന്ന് ചോദിക്കുന്നു. എൻ്റെ അടിമുടി കാലെല്ലാം വിണ്ട് കയറി, ഇങ്ങനെ നിറം കോലം, ഇതിങ്ങനെ. എന്നിട്ട് ഞാൻ നേരെ ചോദിച്ചു, പപ്പയുടെ തലയ്ക്ക് മുകളിൽ കുരിശ് രൂപമുണ്ട്. ഞാൻ ചോദിച്ചു, പപ്പ എത്രയും വേണമായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെയെന്ന് തലവിട്ട് അകത്ത് പോയി കരയുന്നുണ്ട്. ഹി അണ്ടർസ്റ്റുഡ് മീ എനിവേ. എൻ്റെ ഡെപ്ത് എവിടെയാണ് ഞാൻ ശരിക്കും ഉറച്ചിരിക്കുന്നതെന്ന് ഹി അണ്ടർസ്റ്റുഡ്. നോ പ്രോബ്ലം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ അയാള് ശൂന്യനായ ഒരു മനുഷ്യനായെന്ന്. അതുപോലെ ഞാൻ എവിടെയായിരിക്കുന്നോ അവരുടെ എല്ലാം ഞാൻ എടുക്കും ഒരു ഭാഗം. ബിക്കോസ് ദാറ്റ്സ് ദ വേ ഐ സേ ഐ കെയർ ഫോർ യു, ഐ അക്സെപ്റ്റ് യു. അപ്പോൾ ഈ ചർച്ചിലൊക്കെ പോവാറുണ്ടോ? ഈ ക്രൈസ്റ്റും ചർച്ചും തമ്മിലുള്ള ഒരു ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചർച്ചിൽ പോകണമെന്നില്ല. ഈ റിച്വൽസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അയാളുടെ കൈ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ ഒത്തിരി ത്രെട്ടുണ്ടായിരുന്നു, ഒത്തിരി ഭീഷണി. ഒരു മന്ത്രിയായിട്ട് ഏറ്റുമുട്ടി, അപ്പം മുർദാബാദൊക്കെ ചൊല്ലി അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കൂടി. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് എപ്പോൾ വേണേലും ഇത് വരാമെന്ന് ഉദ്ദേശിച്ചു. രാവിലെ എഴുന്നേറ്റ് പറമ്പിലാണ് പോകുന്നത്. അപ്പം ഈ റെഡ് ലൈറ്റൊക്കെ കാണുമ്പോൾ ഞാൻ തകർന്ന് കരയുമായിരുന്നു. ആ ഇടയ്ക്കാണ് ഞാൻ പോയംസ് എഴുതിയത്. അധികവും മരണത്തെപ്പറ്റി ആദ്യം എഴുതുക. ഡെത്ത് മൈ ഫ്രണ്ട്, ഐ ഡു നോട്ട് വാണ്ട് ടു ഡൈ, ഡസ്റ്റ് യു ആർ, ഇങ്ങനെയൊക്കെ. പിന്നെ ഞാനൊന്ന് എഴുതി, കട്ട് നോട്ട് ദി അമ്പലിക്കൽ കോഡ്, പ്ലീസ് കട്ട് നോട്ട്. ദൈവവുമായിട്ടൊരു അമ്പലിക്കൽ കോഡ് ബന്ധം, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ ബന്ധം വെച്ചുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഞാൻ ഇതേലും ഉണ്ടായിരുന്നത് പോയി. ഇതിനകത്ത് ഞാനത് ഈ താവീസ്, നിങ്ങളെന്നാ പറയുന്ന ഏലസ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം വീട്ടിൽ ചെന്നപ്പോൾ മമ്മ കരഞ്ഞുകൊണ്ട്, എൻ്റെ കൊച്ചെ നീ ഏലസ് കെട്ടിയോ? ആ മമ്മ, പക്ഷേ മമ്മ ഉദ്ദേശിക്കും. എന്നിട്ട് ഞാൻ ഒരു കടലാസ് എടുത്ത് കാണിച്ചു. അതേൽ ഞാൻ എഴുതി, കട്ട് നോട്ട് ദി അമ്പലിക്കൽ കോഡ്, പ്ലീസ് കട്ട് നോട്ട്. അതായിരുന്നു എൻ്റെ ഏലസിനകത്ത് വെച്ചിരുന്നത്. അങ്ങനെയൊക്കെ ഐ ഫൈൻഡ് മൈ ഓൺ വേ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? ഇപ്പോഴല്ല, അന്ന് ഒരു 10-20 വർഷം കഴിഞ്ഞ വീട്ടിൽ. ആ 17-ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഇറങ്ങി? അല്ല, അത് കഴിഞ്ഞിച്ച് പിന്നെ ഞാൻ ഒരിക്കൽ പോയി. ഞാൻ നഴ്സിംഗ് പഠിച്ച് ബംഗ്ലാദേശിന് പോകുന്നതിന് മുമ്പൊന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ സംഭവം എല്ലാം അത് കേരളത്തിൽ എന്തോ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോയതാണ്. അമ്മേ, ഇതുപോലുള്ള മനുഷ്യർ ഇനിയും ഈ ലോകത്ത് ഉണ്ടാവുമോയെന്ന് അറിയില്ല. പക്ഷെ ഇനിയും ഇതേപോലുള്ള അമ്മമാരുണ്ടാവട്ടെ. ഈ ലോകം ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, സർവനാശത്തിൻ്റെ കൈകളിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഇത്തരം സാഹചര്യത്തിൽ ഇതുപോലെ നമ്മളിങ്ങനെ സംരക്ഷിച്ച് കൂടെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ഇതുപോലുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്കൊന്നിച്ച്. താങ്ക് യു അമ്മ, താങ്ക് യു. ഒരുപാട് സന്തോഷം കാണാനും. അതായത് നമുക്ക്, ഞാൻ എന്ന വ്യക്തിയൊക്കെ നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മേനെ കാണാൻ പറ്റിയത്
എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.